നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തുരങ്കങ്ങളിൽ പതിയിരുന്ന് ഒളിപ്പോരുമായി ഹമാസ്. തകർന്ന പല തുരങ്കങ്ങളിലും വീണ്ടും ഹമാസ് കയറി ഒളിക്കുകയാണ്. ഇവിടെ നിന്നും ഇസ്രായേൽ സേനയെ പിന്നിൽ നിന്ന് ആക്രമിക്കുന്നു. വടക്കൻ ഗാസയിൽ ഇസ്രായേൽ ടാങ്ക് തീപിടുത്തത്തിൽ 5 ഇസ്രായേലി സൈനികർ കൊല്ലപ്പെട്ടതായി IDF അറിയിച്ചു. ഹമാസ് നടത്തുന്ന ഒളിയുദ്ധത്തിൽ തിരിച്ചടിയുണ്ടാകുകയാണ് ഇപ്പോൾ ഇസ്രായേലിന്. ഹമാസ് ഭീകരരുടെ പ്രതിരോധം ശക്തമായതോടെ ഗാസയിലേക്ക് കൂടുതൽ സൈനിക ബ്രിഗേഡുകളെ അയക്കാൻ ഇസ്രായേൽ 15 ലക്ഷത്തോളം പലസ്തീനികൾ അഭയം തേടിയിട്ടുള്ള തെക്കൻ ഗാസയിൽ നിന്ന് ഇതിനകം 6 ലക്ഷത്തോളം പേർ മറ്റു പ്രദേശങ്ങളിലേക്ക് നീങ്ങിയിട്ടുണ്ട്. സിവിലിയന്മാരെ കൂട്ടക്കുരുതി നടത്തി മുന്നേറുന്ന ഇസ്രായേലി സൈന്യത്തിനെതിരെ ശക്തമായ ചെറുത്തുനിൽപ്പാണ് റഫയിൽ നടക്കുന്നത്. അതേസമയം ഹമാസ് ഭീകരരുടെ മിന്നലാക്രമണത്തിൽ പരിഭ്രാന്തരായ ഇസ്രായേലി സൈന്യം അബദ്ധത്തിൽ സ്വന്തം സൈനികരെ തന്നെ വെടിവെച്ചു കൊന്നു. സംഭവത്തിൽ 4 ഇസ്രായേലി സൈനികർ കൊല്ലപ്പെട്ടു. 7 പേർക്ക് പരിക്കേറ്റതായും ഇസ്രായേലി സൈന്യം അറിയിച്ചു. പാരാട്രൂപ്പുമാരും ടാങ്കുകളും ചേർന്ന് നടത്തിയ സൈനിക ഓപ്പറേഷനിടെയാണ് ഇസ്രായേൽ സ്വന്തം സൈനികരെ വെടിവെച്ചു കൊന്നത്. പാരാട്രൂപ്പുമാർ തമ്പടിച്ചിട്ടുള്ള കെട്ടിടത്തിന് നേർക്ക് ടാങ്കിൽ നിന്ന് വെടിയുതിർക്കുകയായിരുന്നു. കെട്ടിടത്തിനകത്ത് തോക്കിന്റെ ബാരൽ കണ്ട സൈനികർ അത് പലസ്തീൻ പോരാളികളാണെന്ന് കരുതിയാണ് വെടിയുതിർത്തത്. കഴിഞ്ഞ ദിവസം ഗാസയിലെ UN ആശുപത്രിക്ക് മുകളിലും നിരവധി വീടുകളിലും ഇസ്രായേൽ സൈനിക വിമാനങ്ങൾ ബോംബിട്ടു. കുട്ടികൾ ഉൾപ്പെടെ 20-ലേറെ പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 60ഓളം പലസ്തീൻകാർ കൊല്ലപ്പെട്ടതായി ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. ഇതോടെ ഒക്ടോബർ 7-ന് ശേഷം കൊല്ലപ്പെട്ട പലസ്തീൻകാരുടെ എണ്ണം 35,233 ആയി. ഇതിനിടെ ഉത്തര ഗാസയിലെ ജബലിയ അഭയാർത്ഥി ക്യാമ്പിൽ ഇസ്രായേലി സൈനികരും പലസ്തീൻ പോരാളികളും തമ്മിൽ കനത്ത ഏറ്റുമുട്ടൽ തുടരുകയാണ്. ഗാസയിലെ ഏറ്റവും വലിയ അഭയാർത്ഥി ക്യാമ്പുകളിലൊന്നാണ് ജബലിയ. ഇവിടെ 1,16,000-ഓളം പേർ കഴിയുന്നുണ്ട്. 7.5 ലക്ഷത്തോളം പേർ സ്വന്തം വീടുകളിൽ നിന്ന് ആട്ടിപ്പായിക്കപ്പെട്ട നഗ്ബയുടെ ഓർമ്മ പുതുക്കുന്നതിനിടെയാണ് ഇസ്രായേൽ ആക്രമണം ശക്തമാക്കിയിരിക്കുന്നത്. 7 മാസത്തിനിടെ നടന്ന ഗാസ അധിനിവേശത്തിലെ ഏറ്റവും ശക്തമായ പോരാട്ടമാണ് ജബലിയയിൽ നടക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ. ശക്തമായ ചെറുത്തുനിൽപ്പിൽ ബുധനാഴ്ച മാത്രം ഇവിടെ 12 ഇസ്രായേലി സൈനികർ കൊല്ലപ്പെട്ടതായി ഹമാസ് അറിയിച്ചു. ഡസൻ കണക്കിന് കവചിത വാഹനങ്ങൾ തകർത്തു. ജബലിയയിലും റഫയിലും പോരാളികൾ സൈന്യവുമായി നേർക്കുനേരെ ഏറ്റുമുട്ടുന്ന വീഡിയോകൾ ഹമാസ് പുറത്തുവിട്ടിട്ടുണ്ട്. അപ്രതീക്ഷിതമായി തുരങ്കങ്ങൾ വഴിയെത്തുന്ന ഭീകരർ ടാങ്കുകൾക്ക് താഴെ സ്ഫോടക വസ്തുക്കൾ സ്ഥാപിക്കുന്നതും തോളിലെന്തുന്ന മിസൈൽ വിക്ഷേപണികൾ ഉപയോഗിച്ച് ടാങ്കുകൾ തകർക്കുന്നതുമായ ദൃശ്യങ്ങളാണ് വീഡിയോയിലുള്ളത്. ഹമാസ് ആക്രമണത്തിൽ വെള്ളിയാഴ്ച മുതൽ 5 സൈനികർ കൊല്ലപ്പെട്ടതായും 100-ലേറെ പേർക്ക് പരിക്കേറ്റതായും ഇസ്രായേൽ സ്ഥിരീകരിച്ചിട്ടുണ്ട്. എന്നാൽ അനൌദ്യോഗിക കണക്കുകൾ പ്രകാരം ഇസ്രായേൽ സൈന്യത്തിനുണ്ടായ നാശനഷ്ടങ്ങൾ ഇതിലും വലുതാണ്. എന്തായാലും വീണ്ടും യുദ്ധം മുറുകുകയാണ്. തകർന്നടിഞ്ഞുപോയ പല തുരങ്കങ്ങളും വീണ്ടും പുതുക്കിയെടുക്കാനുള്ള നീക്കത്തിലാണ് ഇപ്പോൾ ഹമാസ് ഉള്ളത്. ഇത്തരത്തിൽ തകർന്ന പല തുരങ്കങ്ങളിലേക്കും ഇവർ കയറി കൂടുന്നുണ്ട്. ഇത് ഇസ്രായേൽ സേനയ്ക്ക് കനത്ത വെല്ലുവിളിയായി മാറുകയാണ്.